ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോ ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് മാത്രമല്ല, ഇത് സമൂഹത്തിന്റെ മാനസികാവസ്ഥയുടെ ഒരു തുറന്ന ചിത്രമാണ്. ഒരു പ്രായമുള്ള സ്ത്രീ, അവർ ഒരു വിക്ടിം മാത്രമല്ല, അവർ ഒരു അമ്മയാണ്. ആ പാവം സ്ത്രീയെ അടിക്കുന്നത്, അവരെ അപമാനിക്കുന്നത് എന്തിന്? ജീവനോടെ സ്വന്തം മകനാണെന്ന് തോന്നുന്നു അവരെ മണ്ണിൽ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നത്. ഇതൊരിക്കലും ഒരു വ്യക്തിയുടെ ക്രൂരതയല്ല, ഇത് നമ്മുടെ സമൂഹം നോർമലൈസ് ചെയ്ത ഒരു ക്രൈമാണ്. വെറും ക്രൈമോ? വയലൻസ്, യഥാർത്ഥത്തിലുള്ള വയലൻസ് തന്നെയാണ് ഇതിൽ കാണുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ സമൂഹത്തിൽ എൽഡർ അബ്യൂസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഇത് ഇന്നും ഒരു പ്രൈവറ്റ് മാറ്റർ എന്നുള്ള പേരിൽ നമ്മൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നില്ലേ? ഒരു കാര്യം നമ്മളടക്കമുള്ള എല്ലാവരും ഓർക്കണം, മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പേഴ്സണൽ ഇഷ്യൂ അല്ല, ഇതൊരു പബ്ലിക് ഇഷ്യൂ ആണ്. അമ്മ എന്ന് പറയുന്ന വാക്ക് നമ്മളെല്ലാവരും ഘോരം വേർഷിപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? എന്നാൽ ആരെങ്കിലും ഒരാൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇവിടെയുണ്ടോ? എനിക്കിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഒരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിശബ്ദരാകുന്നത് ശരിയാണോ? ഇതുപോലെയുള്ള സമയങ്ങളിൽ നമ്മൾ പാലിക്കുന്ന ഈ നിശബ്ദത പോലും ഒരു കുറ്റമല്ലേ? സ്പീക്ക് അപ്പ്, സംടൈംസ് സൈലൻസ് ഈസ് ആൾസോ എ വയലൻസ്. അടുത്ത ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങളുടെ നെഞ്ചിനെ പിടിച്ചു കുലുക്കും. അതെ, 2 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് ചോരക്കുഞ്ഞിനെ ചവിട്ടിക്കൊന്നിരിക്കുന്നു. ഈ ലോകത്തേക്ക് തന്റെ വരവറിയിച്ചിട്ട് കേവലം ദിവസങ്ങൾ മാത്രമായ ഒരു പൊന്നോമന. ഈ പിഞ്ചു കുഞ്ഞിനെ ചവിട്ടിക്കൊല്ലാൻ കാരണം എന്താണ്? അതെ, ഈ കുഞ്ഞ് വളരെ വലിയൊരു കുറ്റം ചെയ്തിരിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത്. കുഞ്ഞു മാത്രമല്ല, കുഞ്ഞിന്റെ രക്ഷിതാക്കളും. ആ കുറ്റം എന്താണെന്നറിയോ? അവരൊരു ക്ഷേത്രത്തിൽ കയറിയത് ഇത്ര വലിയ പാതകമാണ്. ഇന്നും ഈ ആധുനിക ഈ AI പോലും ഇറങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും മോസ്റ്റ് മോഡേൺ ആയി നമ്മൾ സംസാരിക്കുകയും വസ്ത്രം ധരിക്കുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാ കാര്യങ്ങളെ കുറിച്ച് അവലോകനം ചെയ്യുകയും എന്തിനിപ്പോൾ ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ട് ഇതുപോലെയുള്ള കോണ്ടന്റ്സ്, ഇതുപോലെ നമ്മളെ മനസ്സിനെ പിടിച്ചുലക്കുകയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും അതല്ലെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പോലും ഫിംഗർ ടിപ്പിൽ അവൈലബിൾ ആയ ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ ജീവിക്കുന്ന ഇടം അത്രയും നികൃഷ്ടമായ ഇടമാണെന്ന് തെളിയിച്ചുകൊണ്ടൊരു വാർത്ത. നമ്മളെല്ലാവരും ഇപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇപ്പോഴും ആ ഇരുണ്ട കാലഘട്ടത്തിലാണോ എന്നുള്ളത് ഒന്നും കൂടെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു ദളിത് ഗോത്രത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് ഈ കുഞ്ഞിന്റെ രക്ഷിതാക്കളും ചെയ്ത പാതകമാണോ? ജനനം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ വിധി എഴുതി തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒരിക്കലും ഒരാൾ ജനിക്കുന്നതും ഒരാൾ മരിക്കുന്നതും ഒരാളുടെ നിയന്ത്രണത്തിലല്ല. ഇവിടെ കൊല്ലപ്പെട്ടത് ഒരിക്കലും ഒരു പിഞ്ചു കുഞ്ഞു മാത്രമല്ല, ഇവിടെ കൊല്ലപ്പെട്ടത് നമ്മളടക്കമുള്ള എല്ലാ മനുഷ്യന്റെയും മനസാക്ഷി എന്ന് പറയുന്ന ആ കാര്യം തന്നെയാണ്. കാസ്റ്റ് എന്ന പേരിൽ, മതം എന്ന പേരിൽ ഇനിയും എത്ര നിരപരാധികളെ നമുക്ക് ചുറ്റിലും കുരുതി കൊടുക്കേണ്ടതായിട്ട് വരും. അതെ, നിയമമുണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നതിൽ നന്മയില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണുള്ളത്? ഞാനിവിടെ ശക്തമായ ഭാഷയിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊന്നും ഒരിക്കലും ഒരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് അല്ല, ഇത് വളരെ ഡേഞ്ചറസ് മൈൻഡ് സെറ്റ് തന്നെയാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും നോർമലൈസ് ചെയ്തു കഴിഞ്ഞാൽ നാളെ ആരാണ് വിക്ടിം ആവുക എന്നുള്ള കാര്യത്തിൽ നമുക്കൊരിക്കലും ഒരു ഉറപ്പും പറയാൻ സാധിക്കില്ല. പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ നിങ്ങൾ ശക്തമായി നിങ്ങളുടെ ശബ്ദം കൊണ്ടെങ്കിലും പ്രതികരിക്കൂ. കാരണം നിശബ്ദത എന്ന് പറയുന്ന ഒരു ഫാക്ടിനെ തന്നെയാണ് നമ്മുടെ ഈ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തായി കർണാടകയിലെ ഒരു ഉയർന്ന പോലീസ് മേധാവിയെ കുറിച്ചുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ പ്രചരിക്കുന്നു. കർണാടക പോലീസ് മേധാവി കെ രാമചന്ദ്ര റാവുവിനെ സസ്പെൻഡ് ചെയ്തു. ഓഫീസ് മുറിക്കുള്ളിൽ സ്ത്രീകളുമായി അടുത്തിടപഴകുന്ന ഒന്നിലധികം വീഡിയോകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി. ഇതൊരിക്കലും ഒരു ഗോസിപ്പ് അല്ല, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയമം സംരക്ഷിക്കുകയും നിയമം പാലിക്കുകയും നിയമം കാക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെ നിയമം പബ്ലിക്കായിട്ട് ലംഘിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം. എന്റെ ഒരു വ്യൂ പോയിന്റിൽ ഇതൊരു വ്യക്തിയുടെ മാത്രം ഫെയിലിയർ അല്ല, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ആണ്. ഈ യൂണിഫോം ധരിച്ച വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂണിഫോം എന്നത് ഒരു പവർ മാത്രമല്ല, അത് തികച്ചും ഒരു പബ്ലിക് ട്രസ്റ്റ് ആണ്. ആ വിശ്വാസം തകർക്കുമ്പോഴേ നഷ്ടമാകുന്നത് കേവലം ഒരു ഇമേജ് മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസമാണ്. ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യേണ്ട സിസ്റ്റത്തിൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാനാവുക? ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണോ? അല്ല, ഇത് വളരെ നെസസിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൊസിഷൻ വളരെയധികം വലുതായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോഴേ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും അത്രയും വലുതാണെന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. റോങ് എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ലോ എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. ബിക്കോസ് നോ വൺ ഈസ് എബോവ് ദ ലോ.